KCA ക്രിക്കറ്റ് കോച്ച് മനുവിന്റെ കൂടുതൽ വെളിപ്പെടുത്തൽ പുറത്തുവരികയാണ്. മനുവിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ പുറത്തുവരികയാണ്. 2022 മനു പ്രതിയായ പോക്സോ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. കേസിന്റെ തുടക്കം മുതൽ അട്ടിമറി ശ്രമം ഉണ്ടായി എന്ന പരാതിക്കാരിക്കൊപ്പം നിന്ന ക്രിക്കറ്റ് താരം അഖിൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അന്ന് KCA ആസ്ഥാനത്ത് CCTV പോലും ഉണ്ടായിരുന്നില്ല. അതിന് മുൻപും പെൺകുട്ടികൾ മനുവിനെതിരെ പരാതി ഉന്നയിച്ചിരുന്നു എന്നും അഖിൽ വെളിപ്പെടുത്തുകയാണ്. R അനന്തകൃഷ്ണൻ നൽകും വിവരങ്ങൾ. ക്രിക്കറ്റ് കോച്ച് മനുവിനെതിരെ 2022 ഒരു പരിശീലനത്തിന് വന്ന ഒരു പെൺകുട്ടി പരാതി നൽകിയിരുന്നു. അതിനൊക്കെ സാക്ഷിയായിരുന്ന അന്നത്തെ ഒരു പ്ലെയർ അഖിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അഖിൽ, 2022 പരാതി, അതിലെന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? പുള്ളിക്കാരൻ അവിടുത്തെ വുമൻസ് ടീമിലെ കോച്ചാണ്. കുറേ പിള്ളേർ അതായത് കരഞ്ഞുകൊണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഞങ്ങൾ ഈ കളിക്കുന്ന സ്ഥലമുണ്ട്, ചിലപ്പോൾ വഴക്ക് കിട്ടാം, പണിഷ്മെൻറ്റ് കിട്ടാം, അങ്ങനെയൊക്കെയാണ് വിചാരിക്കണം. ഒരു ദിവസം രാത്രി എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ ഇതേപോലെ കോച്ചിൻ്റെ ഭാഗത്തുനിന്ന് മിസ്ബിഹേവിങ് ഉണ്ടെന്ന് കൊച്ചു പറഞ്ഞു. പിറ്റേ ദിവസം പോയപ്പോഴേക്കും ആ കുട്ടിയും വേറൊരു കുട്ടിയും 12ഉം 10ഉം ആണ് പിള്ളേരെ വയസ്സ് എൻ്റെ അടുത്ത് വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അപ്പോൾ തന്നെ അതൊരു വീഡിയോ, ആ കൊച്ചു പറയുന്ന രണ്ട് പിള്ളേരും പറയുന്ന വീഡിയോ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമിഴാണ്. അപ്പോൾ അവർക്ക് മലയാളം എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് പെറ്റീഷൻ ഹാൻഡ് റിട്ടേണിൽ എഴുതിയിട്ട് കൺട്രോൾമെൻറ്റിൽ കൊടുത്തു. നേരെ ചൈൽഡ് വെൽഫെയറിൽ പോയി. ചൈൽഡ് വെൽഫെയറിൽ പോയപ്പോഴേക്കും ഈ കുട്ടിയെയും കുട്ടിയുടെ അമ്മയും മാത്രമേ അകത്ത് കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ അവിടെയും ഞാൻ തന്നെയാണ് ഹാൻഡ് റിട്ടേണിൽ ഒപ്പിട്ടിട്ട് ഞങ്ങൾ 8 പിള്ളേരുടെ ഒപ്പും കൂടി ഇട്ടുകൊടുത്തു. ഞങ്ങൾ അവിടെ 8 പയ്യന്മാരുണ്ടായിരുന്നു കട്ടയ്ക്ക് നിന്ന്. അപ്പോൾ ഞങ്ങളെ ഒപ്പും കൂടി ഇട്ടുകൊടുത്തു. അപ്പോഴേക്കും അവർ പറയുന്നു, ഒന്നും കൂടെ ആലോചിക്ക്, ഇത് വലിയ പ്രശ്നവും കൂടെ നിൽക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചു, ഞങ്ങളെ പയ്യന്മാർ. അപ്പം ഞാൻ അവരുടെ പറഞ്ഞു, ഇനി ഞങ്ങൾ നിന്നോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാനും അമ്മയും കൂടെ അവരുടെ വീട്ടിൽ പോയപ്പോഴേക്കും വെരി പാത്തറ്റിക് സിറ്റുവേഷൻ. അതായത് അത്രയും എന്താ പറയണ, ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷനാണ് ആ കുട്ടി കളിക്കാൻ പറഞ്ഞത്. ഞാൻ അന്ന് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് ഇവൻ മൂലം ഇത് നശിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഉടനെ ഞാൻ എന്നിട്ട് അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ എന്നെ കൺട്രോൾമെൻറ്റിൽ നിന്ന് വിളിപ്പിച്ച് ഉള്ളതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഫുള്ള് ഏകദേശം എനിക്ക് തോന്നുന്നു 80-90 പേപ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു മൊഴി അങ്ങനത്തെ സംഭവമാണ് അവർ ഫയൽ ചെയ്തിട്ടുള്ളത്. കേസ് കൊടുത്ത ആളെ ഞാൻ ഒരു 80-90 മണിക്കൂറെങ്കിലും കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ നിന്നിട്ടുണ്ട്. ഞാനും ആ വിക്ടിമുണ്ട്, അച്ഛനും അമ്മയും, നമ്മൾ പിള്ളേരല്ല. ഈ കേസ് കൊടുത്ത ആളെ ഞാൻ അവിടെ ഒരു ദിവസം പോലും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യണം, അവിടെ വരണമെന്നും കണ്ടിട്ടില്ല. അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിരുന്നോ? ഇല്ല, ആ ക്വസ്റ്റ്യൻ പോലും ചെയ്തിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കിട്ടിയത്. ആ കേസും ഇല്ല എന്ന് നിലനിൽക്കുന്നില്ല, മനസ്സിലായത്. ഞാൻ പിന്നീട് അറിഞ്ഞത് സെറ്റിൽമെന്റ് ചെയ്തെന്നാണ്. അഖില് പരാതി വല്ലതും അയച്ചിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി CM-ന് ഒരു ഇമെയിൽ, കാരണം അന്ന് രാത്രി എനിക്കിങ്ങനെ മനസ്സിലൊരു തോന്നൽ, കാരണം ഇവരുടെ ബിഹേവിയർ, പോലീസുകാരുടെ ബിഹേവിയർ ഒക്കെ ഭയങ്കര മോശമാണ്. ഈ മെയിൽ തൊട്ട് പിറ്റേ ദിവസം റെസ്പോണ്ട് ചെയ്ത് എനിക്ക് തിരിച്ചൊരു മെയിൽ കിട്ടിയിരുന്നു. ഇതേപോലെ നോട്ടീസായി ഫോർവേഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പോലീസ് കൗൺസിലിൽ. അപ്പോഴേക്കും അത് അവർക്ക് കിട്ടി. എൻ്റെ അടുത്ത് ചോദിച്ചു, നീ CM-നൊക്കെ മെയിൽ അയക്കാറായടേ എന്നൊക്കെ ചോദിച്ചാൽ, കാശിൻ്റെ മുകളിൽ ഒന്നും പറക്കത്തില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇതെല്ലാം മണിയുടെ ഒരു പവർ തന്നെയാണ്. അന്ന് ഈ പരാതി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറയുന്നതിനൊപ്പം ഇവിടെ അസോസിയേഷനിൽ പറഞ്ഞിരുന്നില്ലേ? അസോസിയേഷനിൽ പറഞ്ഞു, അവിടുത്തെ സെക്രട്ടറി ഉണ്ടായിരുന്നു, നേരം വെളുത്തു കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും, ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞാണ്. മനുവിനെ മാറ്റി നിർത്തിയായിരുന്നു? ഇല്ല, അന്നൊന്നും മാറ്റി നിർത്തി. എൻ്റെ അറിവിൽ മനുവിനെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. മനുവിൻ്റെ ഒരു പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു കുട്ടികളോട്? അവിടെ അതിനുള്ള സാധ്യതകളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. എന്ത് വേണമെങ്കിലും അവിടെ കാണിക്കാൻ പറ്റും, കാരണം ഒരു CCTV പോലും അന്ന് വർക്കിംഗ് അല്ല അവിടെ. ഒരുപാട് പിള്ളേർ ഇവിടെ വരുന്നുണ്ട് അപ്പം കളിക്കാൻ വേണ്ടിയിട്ട്. ഓരോ പിള്ളേരുടെ പേഴ്സണൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ചിലപ്പോൾ അമ്മമാരുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. സൺഡേ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രാക്ടീസ്, ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രാക്ടീസ്. 1 മണിക്ക് 2 മണിക്കൊന്നും അവിടെ ആരും കാണത്തില്ല. വർക്കിംഗ് ഡേയ്സിലെ അവിടെ ആൾ കുറവാണ്. അപ്പം ഈ പറയുന്ന ഹോളിഡേയ്സിലൊക്കെ ആലോചിച്ച് സ്പെഷ്യൽ പ്രാക്ടീസ് എന്നാണ് പറയുന്നത്, മനസ്സിലായ. എന്നിട്ട് ജിംനേഷ്യത്തിൽ കൊണ്ടുവന്ന് ബാക്കിൽ നിന്ന് പിള്ളേർ കരഞ്ഞുകൊണ്ട് ബാക്കിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇങ്ങനെ വേണം എന്ന് ആണോ പിള്ളേരെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ധരിപ്പിച്ചത്. അതായത് ഇതൊരു നറേഷനാണ്. അവർ പറഞ്ഞ് നമ്മൾ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ പോയം പഠിക്കൂലേ, കാണാപ്പാടാ, അതേപോലെ പിള്ളേർക്ക് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കയറി പോകാൻ പറ്റും ഈ മേഖലയിൽ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പിള്ളേർക്ക് ഇത് യൂസ്ഡ് ആവുകയാണ്. ഒരു 10-11 വയസ്സുള്ള കൊച്ചിന് യൂസ്ഡ് ആകുമ്പോൾ 14, 15, 16 വയസ്സൊക്കെ ആകുമ്പോൾ അതൊക്കെ എവിടെ പോകും? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് ഇതിനെ ആരും കാണരുത്. ഇതൊരു നാഷണൽ ഇഷ്യൂ ആണ് ആക്ച്വലി. കുട്ടികൾ എന്താ പറയുന്നത്, ഇയാൾ എങ്ങനെ ട്രാപ്പിലാക്കുന്നത്? ഇതേപോലെ ഇയാളെന്ന് പറഞ്ഞാൽ ആദ്യം ആക്ച്വലി ഒരു സൈക്കോ ആണ്.
പുള്ളിയുടെ വിചാരം പുള്ളി ജീനിയസ് ആയിട്ടുള്ള സൈക്കോ ആണെന്നാണ്. പുള്ളി വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ക്ലബ്ബിൽ കളിച്ചിരുന്നെങ്കിൽ ഇന്നും ഇത് പുറത്തു വരത്തില്ല. ഇത് പുള്ളി KCL കാണിച്ചുകൊണ്ട് മാത്രമാണ് ഇതിന്ന് പുറത്തു വന്നത്. 2016-ലും 2017-ലും ഇവിടുത്തെ മെൻസ് ടീമിൻ്റെ കോച്ച് തന്നെ ഇതിങ്ങനത്തെ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്തിട്ട് KCL ഹെഡ് ക്വാർട്ടേഴ്സ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ കൊച്ചൊക്കെ എനിക്ക് തോന്നി ഇപ്പോൾ കളിച്ച് രക്ഷപ്പെട്ടു, ഇവൻ്റെ അടുത്തു നിന്നൊക്കെ പോയി. അപ്പം അന്ന് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോഴേ ഇവനെ വാൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവൻ അവിടെ തന്നെ തുടരേണ്ട വുമൻസ് കോച്ചായിട്ട് തന്നെ തുടരേണ്ട എനിക്ക് പിടികിട്ടണല്ലോ ഇത്രയും നാൾ ആലോചിച്ചു. നിങ്ങൾക്ക് പിന്നെന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് അവിടെ തുടരാൻ പറ്റിയ? ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് പറഞ്ഞു വിട്ട് വരണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് അവിടെ താല്പര്യമില്ല, ഈ ഒരു ഇഷ്യൂന്റെ മുകളിൽ പറഞ്ഞു വിട്ട്. അതിനുശേഷം പിന്നെ ഞാൻ ഒരിടത്തും പോയിട്ടില്ല. അങ്ങനെ കളിക്കണ്ടെന്നങ്ങ് വെച്ച് മനസ്സിലായി.